നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ഇതുവരെ ആ സത്യം നിന്നോട് പറഞ്ഞിട്ടില്ല. ഇനിയും നീ അത് മനസ്സിലാക്കാതിരുന്ന ഇന്ന് കാണിച്ചതുപോലുള്ള അബദ്ധങ്ങള് ഇനിയും നീ കാണിക്കും. മനസ്സിലായില്ല. അല്ല, ഈ വീട് ഇതെന്റെ പേരിലല്ല. പിന്നെ ഇത് പ്രേമിച്ചയുടെ പേരില. മരിച്ചുപോയ എന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു ഈ വീട് ചേച്ചിക്ക് കൊടുക്കണമെന്നുള്ളത്. അച്ഛനതങ്ങ് ചെയ്തു. ഈ വിവരം ചേച്ചിക്ക് അറിയില്ലേ? ഇല്ല, അറിയാമായിരുന്നെങ്കിൽ ചേച്ചി തന്നെ അത് പറയുമായിരുന്നല്ലോ. മണ്ടത്തരം അച്ഛൻ കാണിച്ചത്. ആരെങ്കിലും ഇതുപോലൊരു വീട് മോൾക്ക് മാത്രം എഴുതി കൊടുക്കോ? നിങ്ങൾക്ക് എന്തായാലും വേറെ വീട് കാണുമായിരിക്കും അല്ലേ? വേറെ വീടോ? ഞങ്ങൾക്കങ്ങനെ വേറെ വീടൊന്നുമില്ല. ഈ ഒരു വീടേ ഉള്ളൂ. അപ്പോ സിദ്ധുണ്ണൻ എവിടെ താമസിക്കും? ഞാനിവിടെ താമസിക്കും. ഇത് ചേച്ചിയുടെ വീടാണല്ലോ. ഞാനാ ചേച്ചിയുടെ അനിയനാണല്ലോ. അതല്ല ഞാൻ ചോദിച്ചത്. അച്ഛന്റെ സ്വത്തില് ഒരു ഭാഗം സിദ്ധുണ്ണന് കിട്ടണ്ടേ? അതെവിടെയാണെന്നാ ചോദിച്ചേ. എനിക്കങ്ങനെ സ്വത്തായിട്ടൊന്നുമില്ല. ബാങ്ക് ബാലൻസ് കാണുമായിരിക്കും ക്യാഷ് ആയിട്ട്, അല്ലേ? അതും ഇല്ല. പണിയെടുത്ത് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കാം, അത്രേ പറ്റൂ. അപ്പോ സത്യം പറഞ്ഞാലേ ഒറ്റ രൂപ പോലും എന്റെ കയ്യിലില്ല. ആകെ ഉണ്ടായിരുന്ന പൈസ ആശുപത്രി എന്നും പറഞ്ഞ് ചെലവാക്കി. കാശില്ലെന്ന് മാത്രമല്ല, സാമാന്യം നല്ല കടവുണ്ട്. അതൊന്നും പക്ഷേ നിന്റെ കടങ്ങൾ പോലുള്ള കടങ്ങളല്ല. ആരും കുത്തിപ്പിടിച്ചൊന്നും വാങ്ങാൻ വരത്തില്ല. ഈ കടമെന്ന് പറയുമ്പോ എത്ര രൂപ വരും? ഒരു 2 കോടി രൂപ. 2 കോടിയോ? അതെ. ഞാനേ ഒരു ബിസിനസ് ചെയ്തായിരുന്നു, പാർട്ട്ണർഷിപ്പില്. അത് പൊളിഞ്ഞു. അങ്ങനെ വന്ന കടവാ. അപ്പൊ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത അവസ്ഥ. വേണമെങ്കിൽ അങ്ങനെയും പറയാം. തൽക്കാലം ഈ വിവരം വേറെ ആരോടും പറയണ്ട, പ്രത്യേകിച്ച് പ്രേമിച്ചോട്. ഈ വീട് സ്വന്തം പേരിലാണെന്ന് അറിഞ്ഞാൽ പ്രേമിച്ച് നമ്മളെ 2 പേരെ ഇവിടുന്ന് പുറത്താക്കും. പിന്നെ തെരുവിൽ കഴിയേണ്ടി വരും. അതുകൊണ്ട് എല്ലാം രഹസ്യമാക്കി വെക്കുന്നതാണ് നല്ലത്.